ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ അത് സ്ട്രൈക്ക് ആവണം എന്നുള്ളൊരിത്. അപ്പോൾ ആ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഡിസൈൻ ആയിരുന്നത്. അത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന കാര്യങ്ങളോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാം, കാരണം ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ, ആ ഒരു ഇത് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഒരു മലയാളിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂർ ചാലക്കുടി സ്വദേശിനിയായ അരുൺ ഗോകുലാണ്. അരുൺ, എങ്ങനെയാണ് ഈ ഇതിലേക്ക് വന്നുപെട്ടത്? എങ്ങനെയാണ് ഈ ലോഗോ തയ്യാറാക്കിയത്? ഇത് ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി പറഞ്ഞത് ഞാൻ October 30 അത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ. അപ്പോൾ അവൻ ഓൾറെഡി ഡിസൈൻ ചെയ്തൊരു ഇമേജ് റീസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ഇതൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് വരണമെന്ന് പറഞ്ഞു. പിന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു ഡേറ്റ്, പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ട് വളരെ സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം, സിമ്പിൾ ഡിസൈൻ, ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ അത് സ്ട്രൈക്ക് ആവണം എന്നുള്ളൊരിത്. അപ്പോൾ ആ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഡിസൈൻ ആയിരുന്നത്. അത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന കാര്യങ്ങളോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാം, കാരണം ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ, ആ ഒരു ഇത് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിനും വളരെയധികം സന്തോഷമായി. അവൻ്റെ അത് കിട്ടിയിരുന്നില്ല, പക്ഷെ എന്തായാലും പിന്നെ ഇവർ ഒരാഴ്ച മുമ്പ് വിളിച്ചിരുന്നു ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആധാറിൻ്റെ ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. പക്ഷെ അപ്പോഴും അവസാനത്തെ ഒരു 5 പേർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതായിരിക്കും എന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു ധാരണ. പക്ഷേ ഇന്നലെ എംബ്ലം അൺവീൽ ചെയ്തപ്പോഴും ഞാൻ വെച്ചാൽ എൻ്റെ കൂടെ വീഡിയോ കോൺഫറൻസിംഗ് ആയിരുന്നു. അപ്പോൾ വേറെ അടുത്തുള്ള വേറെ ഇതായിരിക്കും എന്ന് വിചാരിച്ചു, കാരണം ആർക്കെങ്കിലും എൻ്റെ പോലത്തെ സെയിം ഡിസൈനുള്ളവർക്ക് കാര്യം കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഹെഡ് ക്വാർട്ടേഴ്സിന് വിളിച്ചപ്പോൾ നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. വളരെയധികം സന്തോഷമായി. 50,000 രൂപയുടെ പ്രതീക്ഷിക്കാത്തൊരു ഇതായി. എല്ലാവർക്കും നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയും. എന്താ ലോഗോയുടെ തീം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്? അപ്പോൾ മനസ്സിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ മനസ്സിൽ വന്നത് അതിൽ കുറച്ച് പാരാമീറ്റേഴ്സ്, അതിൽ കുറേ പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് വന്നത് ഇതായിരുന്നു. ചെറിയൊരു പിള്ളേർ, അത് ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ അത് സ്ട്രൈക്ക് ആവണം, ആ ഒരു തീമും സ്മൈലിങ്ങും ആയിരിക്കണം. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരാൾ കൈവീശ് ചിരിക്കുന്ന ഒരു ഇതാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതിനൊരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ ആധാറിന്റെ പരസ്യങ്ങളിൽ മറ്റൊക്കെ ഉപയോഗിക്കുന്നത് താങ്കൾ രൂപകൽപ്പന ചെയ്ത ലോഗോ ആയിരിക്കും. അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതെ, തീർച്ചയായും ഒരുപാട് സന്തോഷം. കാരണം അതൊരിക്കലും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഇതായിട്ട് തോന്നുന്നു. ഉദയ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് മറ്റൊരാൾ കൊടുത്ത പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അരുണിന്റെ മനസ്സിലുള്ള പേരെന്തായിരുന്നു? ഞാൻ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് കൊടുത്തിരുന്നത്. ആധാർ എന്നുള്ളതിന്റെ ആദു എന്നൊരു ഷോർട്ട് ഇതായിട്ട് ഞാൻ. ആദു എന്നായിരുന്നു? അതെ അതെ. പക്ഷെ എന്തായാലും ഇത് എംപ്ലോയി സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രൊഫഷൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണല്ലേ? എവിടെ ജോലി ചെയ്യുന്നപ്പോൾ? ഞാനിപ്പോൾ കൊച്ചിയിൽ ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഒമാൻ ബേസ് കമ്പനിയാണ്, കൊച്ചി ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് മാനേജറായിട്ട്. പക്ഷെ അതും ഇതായിട്ടൊരു ബന്ധമില്ല, ഫീൽഡ് ഡിഫറെൻ്റ് ആണ്. കാരണം എൻ്റെ വരെ കുറച്ച് ഡ്രോയിങ് പഠിച്ചിരുന്നു എന്ന് മാത്രം. അമ്മ ബാങ്കിൽ വർക്ക് ചെയ്ത ആളാണ് അല്ലേ? എത്രത്തോളം സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ? ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുക, ഒരു റിക്കഗ്നേഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റെ മാക്സിമത്തിൽ ജീവിതത്തിലെ ഫസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ്, അത്രേ പറയാനുള്ളത്. ഒരുപാട് സന്തോഷം. ഈ സമീപകാലത്ത് പല ദേശീയ പദ്ധതികൾക്കും ലോഗോ രൂപകൽപ്പന ചെയ്തത് മലയാളികളാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെയും പല പദ്ധതികളുടെയും ലോഗോ രൂപകൽപ്പന ചെയ്തത് മലയാളികളാണ് എന്നുള്ളത് നമുക്ക് ഇരട്ടി മധുരമാണ്. തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.